കൂടി പിടിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ സ്റ്റെപ്പൊക്കെ എടുത്ത് വെക്കണത് ഭയങ്കര പാടായിരുന്നു. ഒരു സ്റ്റെപ്പ് നിന്ന് അടുത്ത സ്റ്റെപ്പൊക്കെ മുകളിലോട്ട് അവിടെ കയറി വന്നപ്പോഴും താഴേക്ക് ഇറങ്ങിപ്പോകാൻ നേരത്ത് ഞാൻ പിടിച്ചാൽ കൊണ്ടുവന്ന് താഴേക്ക് ഇറക്കിയത്. കാര്യം സ്റ്റെപ്പ് തെറ്റിയാൽ ഉതച്ച് വീണാൽ പിന്നെ കാലും കൂടി ഒടിയും. അപ്പോൾ ഒരു മാർഗ്ഗവുമില്ല. ആ സിറ്റുവേഷൻ അതൊന്ന് കാണണം. നമ്മൾ മിക്കവാറും നമ്മുടെ ഈ CCTVയിലൊക്കെ കാണും. അത് ആ സമയത്ത് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് പോകണമല്ലോ. അപ്പോൾ ആദ്യം വന്ന വരവ് CCTVക്ക് ഉണ്ടാവും മിക്കവാറും. അപ്പോൾ ഞാൻ അവളൊരു വാക്ക് പറഞ്ഞ്, ഇവിടെ ഉടമ്പടി തൈലം അവളുടെ കണ്ണി ഞാൻ തേച്ചിട്ട് പറഞ്ഞു, 32 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ ശക്തിയാൽ, 32 കൊല്ലമായി അർപ്പിക്കുന്ന കുർബാനയുടെ ശക്തിയാൽ, കൃപാസ്ഥാനത്താറെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിൻ്റെ കണ്ണ് തുറക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ വാക്ക് ഞാൻ നല്ലവണ്ണം ഓർക്കുന്നുണ്ട്. എന്നിട്ട് നീ പറഞ്ഞു, നീ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറയും. എന്താ അമ്മ ആ കണ്ണ് തുറക്കുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ശരിക്കും പറയുന്നുണ്ടായിരുന്നു. കാര്യം വൈദ്യശാസ്ത്രം കേരളത്തിൽ ഏറ്റവും വലിയ കണ്ണാശുപത്രി ഉപേക്ഷിച്ച കേസാണ്. അമ്മ ആ കണ്ണ് തുറക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുപോലെ തന്നെ പാറേപ്പള്ളിയിൽ നിന്നൊരു കുഞ്ഞ് ഒരു മകളുടെ സാക്ഷ്യം പറഞ്ഞില്ലേ, അതെന്താ സംസാരിക്കാത്ത കുട്ടിയാണ്. ഉടമ്പടി തൈലം തൊണ്ടയിൽ തേച്ച് കഴിഞ്ഞപ്പോൾ ഉടനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്, ബൈബിൾ കാലങ്ങൾ ഊമൻ സംസാരിക്കുന്നു അല്ലേ, അന്ധന്മാർ കാണുന്നു. ഇനി ചെവി കേട്ട എത്രയോ കേസുകൾ നമ്മുടെ പത്രത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ മക്കൾ വിശ്വാസം വർദ്ധിച്ചാൽ മാത്രം പോരാ. വിശ്വാസം വർദ്ധിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് പ്രത്യാശ കൂടണം. വിശ്വാസം എന്ന് പറയുമ്പോഴേ അതൊരു ടൈംലി പ്രോജക്റ്റാണ്. ദൈവവുമായിട്ടുള്ള ഒരു നമ്മളുടെ ബന്ധത്തിന് ഒരു ടൈം ബൗണ്ട് വെച്ചിട്ട് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തില്ല. പറഞ്ഞ മനസ്സിലായ മക്കളെ? വിശ്വാസത്തേക്കാൾ വലിയതാണ് പ്രത്യാശ എന്നുള്ളത്. ഈ വിശ്വാസം ഉള്ള ആൾക്കാർക്കും ചില ആൾക്കാർക്ക് നിരാശയുണ്ട് ഇല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസം വലിയ കഥയില്ലാത്ത കാര്യമാണെന്ന്. വിശ്വാസം നിങ്ങൾക്കുണ്ടെന്ന് പറയുന്നു, പക്ഷെ നിങ്ങൾക്ക് പലർക്കും നിരാശയുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? പ്രത്യാശയില്ലെന്ന് അതിൻ്റെ അർത്ഥം. പ്രത്യാശയില്ലെന്ന്. അപ്പോൾ വിശ്വാസത്തേക്കാൾ വലുതെന്താ? പ്രത്യാശയാണ്. അതുകൊണ്ടാണ് റോമർ 5:5 പറയണത്, നമ്മളെ നിരാശരാക്കാതിരിക്കാനുള്ള മാർഗമുണ്ട്. എന്താണ്? പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. ഒന്ന് പറഞ്ഞേ, പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. ഒന്നൊരു പറഞ്ഞേ, പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. ഏറ്റു പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യ ഈശോയെ, ഞങ്ങളുടെ ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും പ്രത്യാശയുടെ വരദാനങ്ങളാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പ്രത്യാശ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. പ്രത്യാശ ലഭിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബല ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബല ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയ ലോകത്തിൽ നടന്നിടുവാൻ
സ്വരത്തിൽ സന്തോഷത്തോടെ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയ ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. സന്തോഷത്തോടെ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഭാഷാവർദ്ധ ശ്രുതികട്ടെ. സ്പർശിക്കണമേ കർത്താവേ. അടിപ്പുറ പോലെ വൈദാഖാലം പോലെ കർത്താവിന്റെ ശക്തി തരട്ടെ. യേശു നാമത്തിലെ മഹോദ്രോഗങ്ങളും മഹാരോഗങ്ങളും സ്പർശിക്കണമേ കർത്താവേ. വയറ് മുഴച്ചു വരുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. ഉദര രോഗികളെ സ്പർശിക്കണേ കർത്താവേ. കിഡ്നി രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. യേശു ക്രിസ്തു നാമത്തിലെ കിഡ്നി രോഗങ്ങളെ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 നെറ്റി ഇങ്ങനെ നെറ്റിയിലെ തൊലി ഇങ്ങനെ പൊളിഞ്ഞ് വരുന്ന ഒരു അസുഖം. മേ ബി അത് സോറിയാസിസോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വിസർപ്പവുമാകാം. അതായത് ഇങ്ങനെ പൊരിഞ്ഞ് തൊലി ഇങ്ങനെ വെള്ള നിറത്തിലായിട്ട് ഇങ്ങനെ പതയിരിക്കണ പോലെ ഇരുന്ന് ഇങ്ങനെ പടരുന്ന ഒരു അസുഖമാണ്. ത്വക്ക് തന്നെയാണ്. ത്വക്ക് ഡെഡ് സെൽസായി മാറും. അതായത് നിർജീവ കോശങ്ങളായിട്ട് മാറിയിട്ട് പൊളിഞ്ഞു മാറും. ആ അസുഖത്തെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സുഖം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈവീശി നാമത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. നാമത്തെ മഹത്വപ്പെടുന്ന കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിലെ മാർഗ രോഗങ്ങളെ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞില്ലേ? റോമ 5:5 ലേഖനം എന്താ പറഞ്ഞത്? പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. എങ്ങനെയാണ് ഈ പ്രത്യാശ നമ്മളെ നിരാശരാക്കാത്തത്? നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹമെന്തെന്ന് നമ്മളറിയുന്നു. അപ്പോഴേ പ്രത്യാശ നമ്മളിലേക്ക്, നിങ്ങൾക്കറിയാവോ, പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് പ്രത്യാശ. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ പറയുമ്പോൾ ഗലാത്യ 5 ലേഖനം, ഗലാത്യ 5:21 22, ഗലാത്യ 5:22 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞതിന് ശേഷം പൗലോസ് അപ്പോസ്തലൻ പറയണത് സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത. പക്ഷേ സ്നേഹം എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പറയണത്? ക്ഷമ എന്നാ പറയണത് അല്ലേ? ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ? കാത്തിരിക്കണ സ്നേഹമാണ് ക്ഷമ. യു ഗോട്ട് ദ പോയിന്റ്. പിടിയോ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെന്ന് പറഞ്ഞിട്ട് എന്താ പൗലോസ് പറയണത്? ഇപ്പോൾ റോമ 5:5 നമ്മൾ വായിക്കുന്നു, കഷ്ടത സഹനശീലം ആത്മധൈര്യം പ്രത്യാശ നമുക്ക് നൽകുന്നു അല്ലേ? അപ്പോൾ പ്രത്യാശ നമുക്ക് നൽകണത് എന്താണ്?
ആത്മധൈര്യമാണ്. ആത്മധൈര്യം കഷ്ടതയുടെ കാലത്ത് ഉണ്ടാകുന്ന പ്രത്യേക അതിജീവന ശക്തിയാണ് ആത്മധൈര്യം എന്ന് പറയുന്നത്. ആ അതിജീവന ശക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ? ദൈവസ്നേഹമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പൗലോസ് പറയണത്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും അറിയാം. എന്നിട്ട് റോമ 5 ഗലാത്യ 5:22 പറയും സ്നേഹം. പിന്നെ എന്താ പറയണത്? ക്ഷമ. അപ്പം സ്നേഹം എന്ന് പറഞ്ഞിട്ട് പിന്നെ ക്ഷമ എന്നാ പറയണത്. ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രത്യാശ തന്നെയാ. റോമ 5:5 പ്രത്യാശയാ. പ്രത്യാശ അതെ. ക്ഷമയെന്ന് പറയണത് കാത്തിരിക്കാനുള്ള സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയുന്നത്. അത് തന്നെയാണ് പ്രത്യാശ. പ്രത്യാശയുടെ അനുഭവ തലങ്ങളാണ് ക്ഷമയായിട്ട് വരണത്. ഇപ്പം കറണ്ടിൻ്റെ അനുഭവ തലമാണ് വെളിച്ചം, അല്ലേ? കറണ്ടിൻ്റെ അനുഭവ തലമാണ് ശബ്ദം. അതുപോലെ പ്രത്യാശയുടെ അനുഭവ തലമാണ് ക്ഷമ. അത് പ്രത്യാശ തന്നെയാണ്. അപ്പം നിങ്ങളിപ്പോൾ ഉടമ്പടി ചെയ്തതിന് ശേഷം നിങ്ങൾ ക്ഷമകേട് കാണിച്ചാൽ, കാര്യം ഉടമ്പടിയുടെ രീതി നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ഫേസ്ബുക്കിൽ ലൈവ് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മലയാറ്റൂരിൽ നിന്നൊരു സഹോദരൻ ഇപ്പം നിങ്ങൾ സാക്ഷ്യം പറയുന്നവർ ഉടമ്പടി ചെയ്തു, അമ്മ അനുഗ്രഹിച്ചെന്നൊക്കെ പറഞ്ഞ് സാക്ഷ്യം പറയുന്നില്ലേ? അപ്പോൾ ഈ പ്രോഗ്രാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ കമൻറ്റ് ചെയ്യും ഉടനെ, എന്താണ് ഉടമ്പടി, വാട്ട് ഈസ് ഉടമ്പടി? അപ്പോൾ ഞാൻ ആ പ്രോഗ്രാം കണ്ടിട്ട് ഉടമ്പടി എന്താണെന്ന് ഞാൻ അതിലേക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടി, ഈ മലയാറ്റൂർക്കാരനെ അടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഉടനെ ഒരു മത്തായി തിരുവല്ലായി നടിക്കുകയാണ്, ഉടമ്പടി ഈസ് എൻ അഗ്രിമെൻറ്റ് വിത്ത് മദർ മേരി. ഇംഗ്ലീഷിൽ ഒരു ഒരു പാരഗ്രാഫ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അയാൾ പറഞ്ഞ മുഴുവൻ സത്യമായിരുന്നു. തിരുവല്ലക്കാരൻ ഈ മലയാറ്റൂർക്കാരന് ഫേസ്ബുക്കിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക, ഉടമ്പടി എന്ന് പറഞ്ഞത് ഇറ്റ്സ് എൻ എഗ്രിമെൻറ്റ് വിത്ത് മദർ മേരി, അമ്മ മാതാവുമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ്. ഇഫ് യു ആർ ഫെയ്ത്ത്ഫുൾ യു വിൽ ബി റിവാർഡഡ്. നിങ്ങളത് ആ ഉടമ്പടിയോട് നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുമെന്ന്. ഇപ്പോൾ കൃപാസനത്തിലെ സഹോദരങ്ങൾ പറയുന്നതിനേക്കാൾ സംക്ഷിപ്തമായിട്ട് വിശദീകരണമില്ലാതെ പെട്ടെന്ന് പറയാൻ ജനങ്ങൾക്ക് ഇപ്പോൾ കഴിവുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. അപ്പോൾ ഉടമ്പടിയുടെ തന്നെ ഉള്ള കാര്യം, ഉടമ്പടി കാലത്തിൻ്റെ മീതെയുള്ള പ്രാർത്ഥനയാണ്. അതായത് കാലം നോക്കാത്ത പ്രാർത്ഥനയാണ്. നിങ്ങൾക്കറിയാമല്ലോ, സമയമായില്ലെന്ന് ഈശോ പറഞ്ഞാൽ, അമ്മ ഒരു സമയം കുറിച്ചാൽ പിന്നെ ഈശോ അത് തിരുത്തത്തില്ല. അതാണ് കാനായിൽ സംഭവിച്ചത്. അതാണ് കാനായിലെ ഒഴിഞ്ഞ കൽഭരണികൾ പോലെ നമ്മളും 6 ഒഴിഞ്ഞ കൽഭരണി അമ്മയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ വിശ്വാസം നിറച്ചു വെച്ചിരിക്കുന്നു. ഇപ്പം അച്ഛൻ പറയണത് വിശ്വാസം മാത്രം നിറച്ചാൽ പോരാ, പിന്നെ എന്താണ്? പ്രത്യാശ നിറക്കണം. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹം തന്നെയാണ്. ഗലാത്യ 5:22 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞിട്ട്, സ്നേഹമെന്ന് പറഞ്ഞിട്ട് പിന്നീട് എന്താ പറയണത്? ക്ഷമ. ക്ഷമ എന്താണ്? കാത്തിരിക്കുന്ന സ്നേഹം. ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? കാത്തിരിക്കുന്ന സ്നേഹമാണ്. സ്നേഹം തന്നെയാണ്. പക്ഷേ സ്നേഹിക്കുന്ന വ്യക്തികൾ എന്തു ചെയ്യും? ഇപ്പം 5 കൊല്ലമായി മക്കളില്ലാത്തവരെ ഇല്ലേ? നമ്മൾ ആ സാക്ഷ്യം കേട്ടതാണ്. ഈ മാസത്തെ സാക്ഷ്യങ്ങളിൽ ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്നാണ് 16 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർ. അപ്പോൾ ആ ഫയൽ അവർ ക്ലോസ് ചെയ്തതാണ്. ഞാനത് 2-3 കൂട്ടായ്മ പറഞ്ഞു. എന്താ കാര്യത്തിൽ 16 കൊല്ലം മക്കളില്ലാതിരുന്നിട്ട് പെട്ടെന്ന് അഹറോൻ്റെ ഉണക്ക വടി പൂത്തതുപോലെ അവരുടെ ജീവിതം അങ്ങോട്ട് പുഷ്പിക്കുക. നമ്മൾ അഹറോൻ്റെ പൂത്ത വടിയാണ് പുറപ്പാട് പുസ്തകങ്ങളിൽ കൃപാസനത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത്, മോസസ്. അതുപോലെ നമ്മുടെ ഉണങ്ങിയ വടികൾ കൊണ്ടുവന്ന് നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അമ്മയെ 16 കൊല്ലമായിട്ട് മക്കളില്ല, IVF ചെയ്തു, IUF ചെയ്തു, ഇനി ഞങ്ങളുടെ കയ്യിൽ അതിന് കാശുമില്ല, കുടുംബം തന്നെ വെണ്ണീറായിരിക്കുന്നു, ഞങ്ങളുടെ ജീവിതം തന്നെ ഉണങ്ങിയിരിക്കുന്നു. അഹറോൻ്റെ പൂത്തവടി
ഉണങ്ങിയ വടി തളർത്ത് വരാൻ ഒരു രാത്രി മതി. നിൻ്റെ ഉണങ്ങിയ വടികൾ ജീവിതത്തിൻ്റെ പ്രത്യാശകൾ ജോലിയാവട്ടെ. ഇപ്പോൾ ഒരു സഹോദരി അവസാന സാക്ഷ്യം പറഞ്ഞില്ലേ, ഹൈന്ദവ സഹോദരങ്ങളാണ്. പക്ഷേ അമ്മ വന്ന് പറഞ്ഞു, മകളെ ജോലി ഇത്രയും നാൾ അന്വേഷിച്ചില്ലേ, കിട്ടിയില്ലല്ലോ, നീ കൃപാസനത്തിൽ ചെന്ന് അമ്മയുടെ മുമ്പിൽ പറ. അപ്പോൾ അവൾക്ക് ആ സഹോദരിക്ക് എന്താണ് കൃപാസനം, എന്താണ് ഉടമ്പടി ഒന്നും കാര്യം എല്ലാം ക്രിസ്ത്യാനികൾക്ക് പോലും പരിചയമില്ലാത്ത വാക്കുകളാണ്. ക്രിസ്ത്യാനികൾക്ക് പോലും അറിയത്തില്ല കൃപാസനം എന്താണെന്ന്. എല്ലാവരും എന്നോട് ചോദിക്കും, വെച്ചാൽ കൃപാസനം എവിടെയാണ് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ ചോദിക്കും. കാര്യം അത് പഴയ നിയമത്തിലായത് കാരണം പുതിയ നിയമമില്ല ആൾക്കാർക്ക് കുറച്ച് പരിചയമുള്ളൂ. അതുകൊണ്ട് പഴയത് പരിചയമില്ല. ഉടമ്പടിയും പുതിയ നിയമത്തിലല്ല, പഴയ നിയമത്തിലാണ് ഉള്ളത്. അപ്പം അതെല്ലാം സാങ്കേതികമായ വാക്കുകളായത് കാരണം ദൈവം കഴിഞ്ഞ സഹസ്രാബ്ദങ്ങളിലൂടെ തൻ്റെ ജനതയോട് സംസാരിച്ചിട്ടുള്ള ടെക്നിക്കൽ ടേംസാണ്, സാങ്കേതിക പദങ്ങളാണ്. ആ സാങ്കേതിക പദങ്ങളുടെ അന്തർധാരകൾ എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അനുഭവധാരകൾ അറിയാൻ പറ്റും. എന്താണ്? ആ മകളും വന്ന് ഉടമ്പടി ചെയ്ത് ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് കിട്ടാത്ത ജോലിയാണ്. ഇതിപ്പോൾ എവിടെ നിന്ന് വന്നു? ദൈവം പണ്ടേ ചെയ്യുന്നൊരു പരിപാടിയാണ്. എന്താണെന്നറിയാവോ? ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുമെന്ന് പൗലോസ് അപ്പോസ്തലൻ ദൈവത്തെക്കുറിച്ച് പറഞ്ഞെന്തറിയാവോ? ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തും. ഇല്ലായ്മയാണ്. നമ്മളെല്ലാം ഉള്ളതിൽ നിന്നാണ് ചെയ്യണത്. എനിക്ക് ആൾക്കാരെ കടമൊക്കെ പറയുമ്പോൾ ചിലരെന്നോട് വീടില്ല അച്ഛാന്നൊക്കെ പറയത്തില്ലേ. അപ്പോഴേ ഞാൻ ചോദിക്കും, സ്ഥലമുണ്ടോ? പറയും സ്ഥലവുമില്ല എന്ന് പറയും. അപ്പം ഞാൻ ചിരിക്കും. അവരെ കളിയാക്കി ചിരിച്ചതാണോ? അല്ല, ശുദ്ധശൂന്യമാണ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റിയ കാലാവസ്ഥയാണ്. എന്താ കാര്യം? ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞില്ലേ ബൈബിൾ തുടങ്ങണത്? ഭൂമി രൂപരഹിതമാണെന്ന്. എന്ത് ചെയ്യണം? സ്ഥലമില്ല, പിന്നെ എങ്ങനെ വീട്? ഒരു രൂപവും ഇല്ല. രൂപരഹിതവും ശൂന്യവുമായിരുന്നു. എന്ന് വെച്ചാൽ ചിലർ പറഞ്ഞാൽ വണ്ടിക്കാശ് കടം മേടിച്ചവരാണ് ഇവിടെ എത്തിയ ശൂന്യമാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിൽ സന്തോഷം വരും. എന്താ കാര്യം അറിയാമോ? പഴയ ഈ ഭൂമിയുടെ ആദ്യത്തെ അവസ്ഥയിലെ പോലെ ജീവിതമായി മാറുകയാണ്. ഇനി എന്താണ്? ആദ്യ ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ച് ഭൂമി രൂപരഹിതമായിരുന്നു, ആഴത്തിന് മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു. പണിയല്ലേ? വായ്പ മേടിക്കാൻ പോലും ഇല്ല, കിട്ടാവുന്ന പാട്ടും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. എങ്ങോട്ട് പോകണം, എവിടെ കൈനീട്ടണമെന്ന് പോലും അറിയത്തില്ല. ഒരു മൂവ്മെൻറ്റ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അന്ധകാരമാണ്. അതായത് അന്ധകാരം, ആഴത്തിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. അന്ധകാരത്തിൻ്റെ ജലപ്പരപ്പിലൂടെ ഒന്ന് പറഞ്ഞേ, അന്ധകാരത്തിന്റെ ജലപ്പരപ്പിലൂടെ. ഒന്നിന് പറഞ്ഞേ, അന്ധകാരത്തിന് ജലപ്പരപ്പിലൂടെ. ബാക്കി നിങ്ങൾ പറ. ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചു. കൈ അടിച്ച് കർത്താൻ ഹല്ലേലൂയ. സ്തുതിയുടെ ഹല്ലേലൂയ. അന്ധകാരത്തിൻ്റെ ജലപ്പരപ്പിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചു. ഒന്ന് പറഞ്ഞേ, അന്ധകാരത്തിൻ്റെ ജലപ്പരപ്പിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചു. സ്തുതിയുടെ ഹല്ലേലൂയ. ആത്മാവേ അഗ്നിയായി ഇറങ്ങണമേ, ആത്മാവേ അഗ്നിയായി ഇറങ്ങണമേ. പാപത്തിൻ ശക്തി വേണ്ടി അഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തി വേണ്ടി അഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തി വേണ്ടി അഗ്നിയയക്കൂ. ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ. ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അതുകൊണ്ട് എൻ്റെ മക്കളെ, ഇപ്പോൾ 2 ടോക്കൺ ചെന്ന് അവസാനിക്കാൻ എവിടെയാണെന്നറിയാവോ? അന്ധകാരം വരുമ്പോൾ നമ്മൾ ഉടനെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചിന്തിക്കണം. പറഞ്ഞ മനസ്സിലായോ? ഉൽപ്പത്തി 1:1. അന്ധകാരത്തിൻ്റെ ജലപ്പരപ്പിലൂടെ ഒന്ന് പറഞ്ഞേ, അന്ധകാരത്തിന്റെ ജലപ്പരപ്പിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചു. ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചു. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ ഒരു അന്ധകാരം ഉണ്ടായതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഇപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ വണ്ടിക്കാശ് വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്, ഇനി എവിടെ കൈ നീട്ടണമെന്ന് അറിയത്തില്ലെന്ന് പറയും. എൻ്റെ അർത്ഥം എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ല, ഒരു 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 വഴിയുമില്ല നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ മൊത്തം ഇരുട്ടാണെന്നറിയാം, എങ്ങനെ ചെയ്യണം, എങ്ങോട്ട് മൂവ് ചെയ്യണമെന്ന് ഒരു ഐഡിയ. എൻ്റെ മക്കളെ, ഒരു ഐഡിയയും ഇല്ലാതെ വരുമ്പോൾ എന്ത് വരുമെന്നറിയാവോ? ജലപ്പരപ്പുണ്ടാവും. എന്ത് ജലപ്പരപ്പാ? എളിമയുടെ ജലപ്പരപ്പ്. കാര്യം നമ്മുടെ ആസ്തി, നമ്മുടെ FD തീർന്നു, നമ്മുടെ പൊന്ന് പണയം വെച്ച് തീർന്നു, നമുക്ക് കിട്ടാനുള്ള വാങ്ങിക്കാനുള്ള എല്ലാം മേടിച്ച് തീർന്നു, ഇനി ഒന്നുമില്ല, നമ്മൾ ബിഗ് സീറോയാണ്. ബിഗ് സീറോ ആയി നമ്മളെ. ഈ ബിഗ് സീറോയാണ് അന്ധകാരം എന്ന് പറയണത്. എന്നിട്ട് ഇവിടെ എന്ത് സംഭവിക്കണത്? ഇവിടെ ജലമുണ്ടാകും. എന്താ ജലം? എളിമയുടെ ജലം. നമുക്ക് അതിന് ഉണ്ടെങ്കിൽ, ആസ്തി ഉണ്ടെങ്കിൽ നമുക്കൊരു അഹങ്കാരം ഉണ്ടാകും. നമുക്കത് ഉണ്ടല്ലോ എന്നാണ്. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ആ ജലമാണ്, എളിമയുടെ ജലമാണ്. എളിമ രൂപപ്പെട്ട് വരുമ്പോൾ, അതാണ് ഞാൻ ചിരിക്കണത്. വീടിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചോദിക്കും, സ്ഥലമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ സ്ഥലവുമില്ലെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാകും. എന്താ കാര്യം? ഇരുട്ടാ. ഇനി കർത്താവിന് പ്രവർത്തിക്കാനുള്ള, ഇനി നമ്മുടെ കയ്യിലായി സംഭവമാണ്. ഇനി ഇപ്പം കർത്താവ് അനുസരിച്ച് ഇവൾ പോവുകയാണെങ്കിൽ, പൗലോസ് പറയണ പോലെ, ഇല്ലാത്തത് ഉള്ളതുപോലെ അവൻ വിളിച്ചു വരുത്തും. ഇവിടെ സാക്ഷ്യം പറഞ്ഞ ദൈവത്തെ എൻ്റെ മക്കൾ എപ്പോഴും ഓർത്തേക്കണം. എന്താ അറിയാവോ? ആദ്യം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഈ പരിശുദ്ധാത്മാവിന് മുമ്പ് വരേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? സ്നേഹം. ഇത് പഠിക്കണം നിങ്ങൾ. ദൈവമായിട്ടുള്ള ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലേ, ഇപ്പം നിങ്ങളെ ഭർത്താവുമായിട്ട് നിങ്ങൾ ജീവിക്കുകയാണ്. ഭർത്താവുമായിട്ട് ജീവിച്ച, എൻ്റെ അഭിപ്രായത്തിൽ ഒരു ആദ്യത്തെ 5 കൊല്ലം നിങ്ങൾ അധികം സംസാരിക്കരുത്. എൻ്റെ അഭിപ്രായം സംസാരിക്കുന്നത് വായത്തലക്ക് പിടിക്കരുത്, വക്കത്തേക്ക് പിടിക്കരുത്. ചില ആൾക്കാർക്ക് വക്കത്തേക്ക് പിടിക്കില്ല, എല്ലാത്തിൻ്റെയും ക്ഷമയില്ല. ആദ്യത്തെ 5 കൊല്ലം പ്രാർത്ഥിച്ചും വലിയ ഇഷ്യൂസും കാഷ്വാലിറ്റി ഒന്നും ഉണ്ടാക്കാതെ പോകുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ മണ്ടന്മാരും മണ്ടിമാരും എന്ത് ചെയ്യും? അത് നിങ്ങൾ അച്ഛനും കന്യാസനും ആകാൻ ആൾക്കാരൊക്കെ പോയി കെട്ടിയാൽ ഇങ്ങനെ ഇരിക്കും. ഇത് നിങ്ങളെ എല്ലാ ഇഷ്യൂ ആക്കും. കാര്യം പക്ഷേ എൻ്റെ മക്കളെ അറിയത്തില്ലല്ലോ. ആളറിഞ്ഞ് വരുമ്പോൾ 5 കൊല്ലമെങ്കിലും ആകും കുറഞ്ഞത്. നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്ന ജീവിത പങ്കാളി ഒരു പക്ഷേ ഭൂമിയിലെ ബെസ്റ്റ് ആളായിരിക്കും. നീ അത് നാശകോടാലിയാക്കിയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്താണ് ഇതായിപ്പോയത്. ഒരു പക്ഷെ നല്ല ആളായിരിക്കും. അത് നീ ഒന്ന് പിരിഞ്ഞ് 2-3 കൊല്ലമൊക്കെ കഴിഞ്ഞ് 2 മാസം നിന്ന് കഴിയുമ്പോഴായിരിക്കും നീ ഓർക്കണത്, ദൈവം ഇത്രയും പ്രശ്നം എൻ്റെ ഇച്ചാരി ഇല്ലായിരുന്നല്ല, ഇത്രയും പ്രശ്നം എൻ്റെ പെണ്ണിന് ഇല്ലായിരുന്നല്ല എന്ന് ഓർക്കണത് പിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഓർക്കണത്. അതാണ് ആദ്യത്തെ 5 കൊല്ലം അധികം അംഗം കാണിക്കാതിരിക്കണം എപ്പോഴും നല്ലത്. പ്രാർത്ഥിക്കുക, പഠിക്കുക, എന്നിട്ട് തീരുമാനിക്കണം എന്താണ്, എൻ്റെ കർത്താവ് തന്നതല്ലേ, മോശമാകാൻ സാധ്യതയില്ല. വിശ്വാസം എടുക്കണം. ദൈവത്തെ വിശ്വാസം എടുക്കണം. എന്താണെന്ന് പറയണം? നമുക്ക് എന്തെങ്കിലും ആവലാതി ഉണ്ടെങ്കിൽ പോയി അമ്മയോട് പറയണം, അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ മോന്ത കയറിയിട്ട് കാര്യമില്ല. ചിലർ അമ്മയോട് ഇപ്പോൾ ഭർത്താവ് കള്ള കുടിച്ച് വന്ന് തോന്നിവാസം പറയണമെങ്കിൽ ആ അരിശം മുഴുവൻ നീ അമ്മായിയമ്മയോട് തീർക്കും. അമ്മായിയമ്മ ഉടനെ എന്ത് ചെയ്യും? അപ്പം തന്നെ നാത്തുമാരെ വിളിച്ച് പറയും, എന്തേ അവളാട്ടിയെ കെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്, മിക്കവാറും എൻ്റെ ചാവെടുക്കേണ്ടി വരുന്നത് പറയും. വല്ല പറയാണ്ട് പറയിപ്പിക്കേണ്ടത്. കാര്യം അവരുടെ ഇവിടെ നിൻ്റെ കൂടെ നിൽക്കണേ, ഇപ്പോൾ അമ്മായിയമ്മയിലെ നിൽക്കണേ. അപ്പം അവരുടെ പെമ്മക്കളൊക്കെ അവർ കെട്ടിച്ചു വിട്ടില്ലേ? അപ്പോൾ നീ മോന്ത കയറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അടുത്ത അവളുടെ വാതിലെന്താണ്? നേരെ മക്കളെ വിളിച്ച് പറയും, പെമ്മക്കളെ വിളിച്ച് പറയും. പെമ്മക്കൾ ഇങ്ങോട്ട് വരത്തില്ലേ വഴുതടി ആയതുമായിട്ട്? അവർ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ നിന്നെ പുറത്താക്കാൻ നോക്കും. കാര്യം എന്താണ്? അവരുടെ ഇൻസെക്യൂരിറ്റിയാണ്. കാര്യം അവർ കൈവിട്ട സ്ഥലത്തേക്ക് താമസിക്കുകയാണ്. അവർ പറയും, ഈ പൂതനെ എങ്ങാനും നമ്മുടെ അമ്മയെ കൊന്നുകളയും. അവർ നിലവിളിക്കും. സപ്പത്തിൽ നീ നല്ലവളാണെന്ന് മനസ്സിലാക്കാൻ നീ പോലും സമയം കൊടുക്കണില്ല. ഇത് തന്നെയായിരിക്കും ഭാര്യക്കാർ മാത്രമല്ല ഭർത്താക്കന്മാരുടെ അവസ്ഥ. അപ്പം ജീവിത പങ്കാളികൾ ആദ്യത്തെ കാലത്ത് കുറച്ച് ക്ഷമ സൂക്ഷിക്കണത് നല്ലതാണ്. കാര്യം പരിശുദ്ധാത്മാവ് ആണിതിൽ. ഇപ്പം കഷ്ടത സകലശീലവും ആത്മധൈര്യവും പ്രത്യാശ നമുക്ക് നൽകുന്നു. പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല. നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹമെന്തെന്ന് നീ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ ഈ പരിശുദ്ധാത്മാവ് ആണ് പ്രവർത്തിക്കേണ്ടതെങ്കിലും പരിശുദ്ധാത്മാവ് ഒരു മത്സ്യം പോലെയാണ്.
പക്ഷേ മത്സ്യം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം, അല്ലേ? വെറുതെ മത്സ്യം ചത്തുപോകും വെള്ളമില്ലെങ്കിൽ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു മത്സ്യം പോലെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നീന്തി ഓടി വളരാൻ എന്ത് വേണം? വെള്ളം വേണം. വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹമാണ്. അതുകൊണ്ട് പൗലോസ് പറയും, സ്നേഹമായിരിക്കട്ടെ. വാശിയും വൈരാഗ്യമല്ല നിങ്ങളുടെ ലക്ഷ്യം, പിന്നെന്താണ്? 1 കൊറിന്ത്യൻസിൻ്റെ 14:1 സ്നേഹം ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. എന്തിനാണെന്നറിയാവോ? പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ടാണ് നിങ്ങൾ സ്നേഹത്തെക്കുറിച്ച് പറയണത്. അപ്പോൾ എൻ്റെ മക്കളെ, അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗം. ഇപ്പം നേരത്തെ എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും അറിയാം. എന്നിട്ട് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? സ്നേഹം. ഇപ്പം നമ്മൾ ഒരു മിനിമം സ്നേഹത്ത് വർക്ക് ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് എന്നറിയുമ്പോൾ നമുക്ക് അഡീഷണൽ ലവ് കിട്ടും. അഡീഷണൽ ലവ് ആണ് ഉപരി സ്നേഹം. ഈ ഉപരി സ്നേഹമാണ് ക്ഷമ തരണത്. ക്ഷമ എന്ന് പറഞ്ഞാൽ പ്രത്യാശ. അച്ഛൻ എന്താ ഇങ്ങനെ ഈശോ പറഞ്ഞതെന്നറിയാവോ? നിങ്ങൾ ഏതെങ്കിലും ഒരു അനുഗ്രഹം താമസിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥന ഉഴപ്പിയാൽ ഉടമ്പടി ഓട്ടോമാറ്റിക് ബ്ലോക്കാവും. എന്താ? ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഒരു ദിവസം ഉഴപ്പിയാൽ. കാര്യം ഇന്നലെ ഒരു സഹോദരൻ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നു. ആ മനുഷ്യൻ നല്ല വിശ്വസ്ത, കടമുണ്ട് കുറേ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കടമുണ്ട്. അദ്ദേഹത്തെ മകനെ ഇന്നലെ കൊണ്ടുവന്ന്. അപ്പോൾ എനിക്ക് അവനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, നിന്നെ കാത്ത് കർത്താവ് ഇരിക്കുന്നുണ്ട്, നീ ആശീർവാദം മേടിച്ച് പോവുക, പക്ഷേ നീ രക്ഷപ്പെടുമ്പോൾ അപ്പനെ മറക്കരുതെന്ന് പറയും. ആ മക്കളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ ഉടനെ മാതാപിതാക്കന്മാരെക്കുറിച്ച് ഓർക്കും. മക്കളെ കണ്ട ഉടനെ ഞാൻ മാതാപിതാക്കന്മാരെ ഓർച്ചിട്ട് പറയും, നീ രക്ഷപ്പെടും, പക്ഷേ നീ ആരാണ്? നീ രക്ഷപ്പെടുമ്പോൾ അപ്പനെ മറക്കരുത്, അല്ലെങ്കിൽ അമ്മയെ മറക്കരുതെന്ന് പറയും. എന്താ കാര്യം എന്നറിയാവോ? അവൻ അങ്ങനെ ചെയ്താൽ കർത്താവ് ഒരിക്കലും അവൻ്റെ അടുക്കുന്ന പോകത്തില്ല. അതെനിക്കറിയാം. നിൻ്റെ അപ്പൻ ആരായിരുന്നു, അമ്മ എന്തായിരുന്നു നീ ചിന്തിക്കരുത്. മറ്റുള്ളവർ പറഞ്ഞാൽ നീ അത് കേൾക്കുകയും ചെയ്യരുത്. കാരണം നിനക്കപ്പനായി തന്ന വ്യക്തി ദൈവം അറിഞ്ഞു തന്നതാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരമാണ് നമ്മൾ അപ്പനെ സ്നേഹിക്കുന്നത്, അമ്മയെ സ്നേഹിക്കുന്നത്. അത് കെട്ടിവന്ന് മക്കൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എപ്പോഴും മൊബൈൽ എടുത്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കും. വിളിക്കേണ്ടെന്നല്ല പറയണത്. നിങ്ങൾ നിരന്തരം നിങ്ങളെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് എപ്പോഴും അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ അമ്മയ്ക്ക് ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകും, ഒരു നിസ്സഹായ അവസ്ഥ. എന്താ കാര്യം? എൻ്റെ സന്ധിപ്പും സ്നേഹവും അവൾക്ക് മനസ്സിലാവണില്ല, എന്നെക്കൊണ്ട് അവൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഞാൻ അവിടെ ഉള്ളത് കൊണ്ട് അവൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമില്ല, എൻ്റെ അടുത്ത് അവൾ സുരക്ഷിതയുമല്ല, അതുകൊണ്ടാണല്ല അവൾ കെട്ടിയെടുത്ത് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബുദ്ധിയും ബോധമില്ലാത്ത ഈ ഒക്കെ പഠനമുണ്ട്. നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇക്വേഷന് ഫോർമുലയൊക്കെയാണ്. അതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. ഭക്ഷണം കഴിക്കാൻ പറ്റുമായിരിക്കും, നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ജീവിതമല്ല. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ നേടുന്ന സമ്പത്ത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ല.